അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നിങ്ങളുടെ കമന്റുകളൊക്കെ നമ്മൾ കാണുന്നുണ്ട്, അതൊക്കെ നമ്മൾ പരിഹരിക്കും. എൻ്റെ മേക്കപ്പിന്റെ കാര്യം നമ്മൾ പരിഹരിക്കും. അപ്പോൾ മേക്കപ്പ് ചെയ്യാനായിട്ട് കൊണ്ടുവന്ന ആൾക്ക് അങ്ങോട്ട് എൻ്റെ സ്കിൻ ടോൺ ഒന്നും പിടിയിട്ടില്ലെന്ന് തോന്നുന്നു, അതുകൊണ്ട് പറ്റിപ്പോയതാണ്. അപ്പോൾ ശരിക്കും നല്ല മേക്കപ്പ് ഒക്കെ അടുത്ത ദിവസം ഉറപ്പായിട്ട് വരാം. അപ്പോൾ അതിൽ ചൂണ്ടിക്കാട്ടുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ വിമർശനങ്ങളൊക്കെ ഉൾക്കൊണ്ട് തന്നെയാണ് പോകുന്നത്. മേക്കപ്പ് ഇട്ടാലും ഇല്ലെങ്കിൽ ഞാൻ തന്നെയല്ലേ, നിങ്ങൾ തന്നെയല്ലേ. അപ്പോൾ ചേർ നമുക്ക് ഇങ്ങനെ തന്നെ തുടരാം. നാളെ നമ്മളതൊക്കെ പരിഹരിച്ചിട്ട് വരികയും ചെയ്യാം. അപ്പോൾ എന്നെ കളിയൊക്കെ നോക്കേണ്ട, എലി വെള്ളത്തിൽ വീണ പോലെ ആയി എന്നൊക്കെ പറഞ്ഞ് എന്നെ എലി എന്ന് വരെ വിളിച്ചു. അതൊന്നും കാര്യമില്ല. ഇപ്പോൾ സോഷ്യൽ മീഡിയ ഭയങ്കരമായിട്ട് നോക്കിക്കഴിഞ്ഞത് എനിക്ക് സുജയ പാർവതി ഉണ്ടെങ്കിൽ മേക്കപ്പിനെ കുറിച്ചുള്ള കാര്യമാണ് സോഷ്യൽ മീഡിയ ഭയങ്കര ചർച്ചയായിട്ട് പോയിക്കൊണ്ടേയിരിക്കുന്നത്. പക്ഷേ ഇതുണ്ടെങ്കിൽ പ്ലാൻ ചെയ്തെന്നുള്ള രീതിയിലാണ് ഇത് കണക്കെല്ലാം നടക്കുന്നത്. ഇത് കണക്ക് ആദ്യ ദിവസങ്ങളിലൊന്നും ഭയങ്കരമായിട്ട് സുജയ ഇത് കണക്ക് ചാനലിൻ്റെ കാര്യമായിട്ട് വെളിയിൽ പോയപ്പോഴത്തേക്ക് ആൾക്കാർ അത് ഭയങ്കര ശ്രദ്ധിക്കുകയും അങ്ങനത്തുള്ള വൈറലാവുകയും അങ്ങനത്തുള്ള ഒന്നും ചെയ്തിട്ടില്ലായിരുന്നു. കൂടെ ഇരിക്കുന്ന ഒരാളടുത്ത് ഇത് കണക്ക് അരുണുമായിട്ട് എങ്ങനെയാണോ ഭയങ്കരമായിട്ട് ഡിബേറ്റ് ചെയ്യുന്നത് അതേ കണക്കൊക്കെ ട്രൈ ചെയ്ത് നോക്കിയായിരുന്നു. പക്ഷെ അവനുണ്ടെങ്കിൽ അരുണിനെ പോലെ ഭയങ്കരമായിട്ട് ഡിബേറ്റോ കാര്യങ്ങളോ ഒന്നും ചെയ്യുന്നില്ല. അവനുണ്ടെങ്കിൽ മിണ്ടാതിരിക്കുകയാണ് ചെയ്തത്. ഇത് കണ്ടപ്പോഴത്തേക്ക് ഇത് വർക്കാവുന്നില്ല എന്നുള്ള രീതിയിൽ തോന്നിയിട്ട് പിറ്റേന്നുണ്ടെങ്കിൽ ഇത് കണക്ക് വന്നപ്പോഴാണ് ഇത് കണക്ക് മേക്കപ്പ് അത്ര ശരിയായില്ല, ഇങ്ങനെ അങ്ങനെയാണെന്ന് പറഞ്ഞുകൊണ്ട് വരികയും ചെയ്തു. ഇത് ആൾക്കാരുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് എടുത്ത് ബോഡി ഷേമിങ് ചെയ്യുന്നത് നമ്മുടെ നാട്ടുകാർക്ക് കുറച്ച് ഇഷ്ടമുള്ളൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഇതേപോലുള്ള കാര്യങ്ങൾ വന്നപ്പോഴത്തേക്ക് ആൾക്കാരുടെ അടുത്ത് അത് ഭയങ്കര വൈറലാക്കുകയും ഇതധികം സംസാരമാവുകയും ചെയ്തു. അതിലൂടെ തന്നെ ആ ചാനലിന് നല്ലോണം ഒരു പ്രൊമോഷൻ കിട്ടി. അതോടെ തന്നെ ആ ചാനലിനെ പറ്റി അല്ലെങ്കിൽ സുജയെ പറ്റി ഇനി എന്തുകൊണ്ട് ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ ആൾക്കാർ ഭയങ്കര വീക്ഷണത്തിൽ തന്നെ ഉണ്ടെങ്കിൽ നോക്കുകയാണ് ചെയ്തത്. എന്തായിരുന്നാലും ശരി, ഇതൊരു പ്രൊമോഷൻ എന്നുള്ള രീതിയിൽ തന്നെ ആയിരിക്കും. അതല്ലാതെ ഉണ്ടെങ്കിൽ ഇത്രയും നാളുണ്ടെങ്കിൽ ഇതേക്കത്തുള്ള എല്ലാ പരിപാടിയിലും പങ്കെടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഇതേക്കത്തുള്ള ഓരോരോ കാര്യങ്ങൾക്ക് പോകുമ്പോഴൊന്നും മേക്കപ്പിന് കുഴപ്പം വന്നിട്ടില്ല. ആദ്യമായിട്ടാണ് ഇങ്ങനെ വന്നിരിക്കുന്നത്. സോ ഒരുപാട് പേര് ഇതേക്ക് പറയുന്നുണ്ട് ഇവർ മനഃപൂർവ്വം ചെയ്തതെന്നുള്ളൊരു കാര്യമാണ്.